ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ടോ സ്വർഗം നേടുക എന്നുള്ളത്. തീർച്ചയായിട്ടും സ്വർഗം നേടാൻ പറ്റിയ നല്ലൊരു പ്രവർത്തനം ഒന്ന് പറഞ്ഞു. ഇതേ ചോദ്യം സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കടത്തുന്ന കാര്യം ഏതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഹുസ്നുൽ ഖുൽഖ് എന്നാണ്, സൽസ്വഭാവം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയും അതാണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെടുന്നുണ്ട് നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നെന്ന്. അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി കാന ഖുലുഖുൽ ഖുർആൻ എന്നാണല്ലോ. റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് മാത്രമല്ല, ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ സ്വഭാവം വാഴ്ത്തി പറയുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകരിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫളു മിൻ ഹൗലിക എന്ന് പറയുന്നുണ്ട്. നബിയെ തങ്ങൾ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, അതായത് മറ്റുള്ളവരോട് കരുണയില്ലാത്ത ഹൃദയനായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുവശത്ത് നിന്ന് അവർ ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇങ്ങനെയുള്ള വലിയൊരു സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് ഖുർആൻ പറഞ്ഞ, താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ അധിപനാണെന്ന് ഖുർആൻ പറഞ്ഞ ഒരു വലിയ സ്വഭാവത്തിന്റെ മഹനീയ മാതൃകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പോലും അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അള്ളാഹു എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമേ എന്നാണ്. അതുകൊണ്ടൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഹദീസിൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നമ്മൾ മാന്യമായി പെരുമാറുന്ന ആ ഒരു പെരുമാറ്റത്തിനാണ് നമുക്ക് സ്വർഗപ്രവേശനത്തിന് കൂടുതൽ സാധ്യത. അതുകൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കടക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹു തആല നമുക്ക് സ്വഭാവം നന്നാക്കി അതുവഴി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് സ്വർഗപ്രവേശനം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.